നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. വീട്ടിൽ പോവാനോ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാര്യം? എന്റെ ഭർത്താവ് മുന്നില്ല ബ്രോക്കർ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ ഒളിച്ചോടി വന്നതുകൊണ്ടാണ് ഇവിടെ ഒരാളുടെ കല്യാണത്തിന് ദോഷമായി ഭവിച്ചതെന്ന്. അല്ല, ഞാനങ്ങ് പോയേക്കാം, നിങ്ങൾ കല്യാണം നടത്തിക്കാം. ഹരിത, നീ ഭർത്താവാണ് പോലും ഭർത്താവ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഹരിതേ, അയാൾ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനെ ചാടിത്തുള്ളി ഇറങ്ങരുത്. നോക്ക്, അച്ഛനും അമ്മയും വളരെ സങ്കടത്തിലാ. മരുമോൾ എന്ന നിലയിൽ അവരെ ആശ്വസിപ്പിക്കേണ്ട ചുമതല നിനക്കില്ലേ? പിന്നെ ആശ്വസിപ്പിക്കാൻ പോവല്ലേ? മൂത്ത മരുമകളുണ്ടല്ലോ, അമ്മായി അമ്മയുടെ പിറകെ എന്നും നിഴല് പോലെ നടക്കുന്നവള്. അവളങ്ങ് ആശ്വസിപ്പിച്ചാ മതി. എനിക്ക് പോണം. അത്ര വാശിയാണെങ്കിൽ നീ പൊക്കോ. എങ്ങനെ പോവാൻ? നീ എന്നെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുപോയി വിടണം. അല്ല, അതിപ്പോ ഞാനെങ്ങനെയാ? ഒഴിയാൻ നോക്കണ്ട. മര്യാദക്ക് എന്നെ കൊണ്ടുപോയി വിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നരകത്തിലേക്ക് വരത്തില്ല. വേറെ വഴി നോക്കിക്കോളാം. ഹരി, അയ്യോ പൊന്നെ, പെണങ്ങല്ലേ, ഞാൻ കൊണ്ടുപോയി വിടാം. അങ്ങനെ വഴിക്കുവാ. കുടുംബത്തിൽ അനിഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ശാന്തതയോടെ നേരിടുകയാണ് മുതിർന്നവർ ചെയ്യേണ്ടത്. പലഹാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചിട്ടെന്താ കാര്യം? നമ്മൾ തളർന്നു പോയാൽ മക്കളും തളർന്നു പോയില്ലേ? ചന്ദ്രു, അച്ഛനമ്മമാരുടെ തലോടലും ചേർത്ത് നിർത്തലുമാണ് മക്കൾ ആഗ്രഹിക്കുന്നത്. അമ്മ, പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നതും കല്യാണം മുടങ്ങി പോകുന്നതും ഒക്കെ ഈ വീട്ടിൽ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. എത്രയോ വീടുകളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്റെ കാര്യം തന്നെ അമ്മയെന്ന് ആലോചിച്ച് നോക്കി. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മ വീട്ടുജോലികളൊക്കെ ചെയ്താ ഞങ്ങളെ വളർത്തിയത്. എനിക്ക് എത്രയോ വിവാഹാലോചനകൾ വന്നു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാം മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഈ ജന്മം ഇനി വിവാഹമേ നടക്കില്ലെന്ന് ഞാൻ ചിന്തിച്ചുപോയി. അപ്പോഴാ ഇവിടുത്തെ പ്രകാശേട്ടന്റെ ആലോചന വന്നത്. കുറച്ചുനാള് കാത്തിരുന്നെങ്കിൽ എന്താ? ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിയച്ഛന്റെയും അമ്മായിയമ്മയുടെയും മരുമകളായിട്ട് ഈ വീട്ടിൽ കാലുകുത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ? അതുപോലെ വന്ദനയെ കെട്ടാൻ തലവരെയുള്ള യോഗ്യനായ ചെറുക്കൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും, വിവാഹവും നടക്കും. അമ്മ സമാധാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.